ചന്ദ്രനെ വലം വെച്ച കാവൽ മാലാഖ മൈക്കൽ കോളിൻസ് 1969 ജൂലൈയിൽ മനുഷ്യരാശി ആകാശത്ത് കുറിച്ചത് ഒരു ചരിത്രമായിരുന്നു. അനേക ലക്ഷം വർഷങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് ശേഷം ചന്ദ്രനിൽ മനുഷ്യസ്പർശമേറ്റ ദിവസമായിരുന്നു അത്. വിശ്വം ജയിച്ച പോരാളിയെ പോലെ നീൽ ആംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങി നടന്നു. മനുഷ്യനായി പിറന്നതിൻ്റെ അഭിമാനം വാനോളം ഉയർന്നു നിന്ന ഒരു നിമിഷമായിരുന്നു അത്. അനേക കോടി മനുഷ്യരിൽ തങ്ങളെ മാത്രം തേടിയെത്തിയ മഹാഭാഗ്യത്തിൽ തൻ്റെ കൂട്ടുകാർ സന്തോഷിച്ചിരുന്നപ്പോൾ ചന്ദ്രന് ചുറ്റും കറങ്ങുകയായിരുന്നു മൈക്കൽ കോളിൻസ്. അപ്പോളോ 11 ചന്ദ്രദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂൾ പൈലറ്റായിരുന്നു അദ്ദേഹം. മൈക്കൽ കോളിൻസ് ഒരു അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായിരുന്നു. ഒക്ടോബർ 31, 1930 ജനനം. ഇറ്റലിയിലെ റോമിൽ ജനിച്ച കോളിൻസ് 1952 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ബിരുദം നേടി. അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിൽ ചേർന്നു. ഫ്രാൻസിലെ ഷാംബ്ലി ബൂസിയേഴ്സ് എയർബേസിൽ A-86 സേബർ യുദ്ധവിമാനങ്ങൾ പറത്തി. 1960 എഡ്വേർഡ് എയർഫോഴ്സ് ബേസിലെ US എയർഫോഴ്സ് എക്സ്പെരിമെൻ്റൽ ഫ്ലൈറ്റ് ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ ചേരുകയും എയ്റോസ്പേസ് റിസർച്ച് പൈലറ്റ് സ്കൂളിൽ നിന്ന് ബിരുദം നേടുകയും ചെയ്തു. 1963 അദ്ദേഹം നാസയുടെ ഭാഗമായി. നാസയുടെ 14 ബഹിരാകാശ യാത്രികരുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കോളിൻസ് 2 തവണ ബഹിരാകാശത്തേക്ക് പറന്നു. 1966 ജെമിനി 10 അദ്ദേഹത്തിൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര. 1969 അപ്പോളോ 11 ദൗത്യത്തിൽ ചന്ദ്രനിലേക്ക് പറന്ന 24 പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഒന്നിലധികം സ്പേസ് വാക്ക് നടത്തിയ ആദ്യത്തെ വ്യക്തിയും അപ്പോളോ 10 കമാൻഡ് മൊഡ്യൂൾ പറത്തിയതിനു ശേഷം ചന്ദ്രനെ മാത്രം ഭ്രമണം ചെയ്യുന്ന രണ്ടാമത്തെ വ്യക്തിയുമാണ് അദ്ദേഹം. അപ്പോളോ 11 ദൗത്യത്തിൽ കടുത്ത ആകാംക്ഷയിലായിരുന്നു അദ്ദേഹം. ചന്ദ്രനിലിറങ്ങാനുള്ള അവസരം നഷ്ടപ്പെട്ടതിലല്ല, മറിച്ച് താഴേക്ക് പോയ തൻ്റെ സഹപ്രവർത്തകർക്ക് തിരികെ എത്താൻ കഴിയുമോ എന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭീതി മുഴുവൻ. ആദ്യ ചന്ദ്രദൗത്യമായിരുന്നു ഇത്. വിജയിക്കാനുള്ള സാധ്യത 50% മാത്രം. പരാജയപ്പെട്ടാൽ ആംസ്ട്രോങ്ങും ആൽഡ്രിനും മരിക്കും. അങ്ങനെ സംഭവിച്ചാൽ തിരികെ എത്തുന്ന താൻ 2 പേർ കൊല്ലപ്പെട്ട ഒരു പരാജിത ദൗത്യത്തിൻ്റെ അവശേഷിപ്പായി ജനമനസ്സുകളിൽ നിലനിൽക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. പക്ഷേ ആംസ്ട്രോങ്ങും ആൽഡ്രിനും ചന്ദ്രനിൽ ചിലവിട്ടത് വിജയത്തിൻ്റെ 22 മണിക്കൂറുകളായിരുന്നു. അപ്പോളോ 11 ഏറ്റവും നിർണായകമായ ദൗത്യം നിർവഹിച്ചത് മൈക്കൽ കോളിൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന ദൗത്യമായിരുന്നു അപ്പോളോ 11. പിന്നീട് 1970 നാസയിൽ നിന്ന് വിരമിച്ച കോളിൻസ് പിൽക്കാലത്ത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ചു. തുടർന്ന് സ്മിത്സോണിയൻ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൻ്റെ ഡയറക്ടറായും പ്രവർത്തിച്ചു. 2021 ഏപ്രിൽ 28 കോളിൻസ് ലോകത്തോട് വിട പറഞ്ഞത്.